ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു. പട്ടാമ്പി തഹസിൽദാർ കെ.ജി. ബിന്ദുവിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നത്. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ, വോട്ടർമാർക്ക് ഒരുക്കി നൽകേണ്ട സഹായങ്ങൾ, സുരക്ഷ തുടങ്ങി എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയായിരുന്നു യോഗം. പ്രചരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ പാലിക്കേണ്ട നിയമപരമായ സംവിധാനങ്ങൾ, തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിക്കുന്ന പെരുമാറ്റച്ചട്ടങ്ങൾ ഉൾപ്പെടെ അധികൃതർ വിശദീകരിച്ചു. 2024 ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടാമ്പി താലൂക്കിലെ തൃത്താല മണ്ഡലത്തിലും അതേപോലെ തന്നെ പട്ടാമ്പി മണ്ഡലത്തിലും വരുന്ന ഓക്സിലറി ബൂത്തുകളുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് യോഗം നടത്തിയിട്ടുള്ളത്. തൃത്താല മണ്ഡലത്തിലെ 11 ഓക്സിലറി ബൂത്തുകളാണ് വരുന്നത്. അതായത് 1500 കൂടുതൽ എണ്ണം വോട്ടർമാർ വരുന്ന 11 ഓക്സിലറി ബൂത്തുകളും പട്ടാമ്പി മണ്ഡലത്തിലെ 1500 വരുന്ന 6 ഓക്സിലറി ബൂത്തുകളാണ് വരുന്നത്. ഓക്സിലറി ബൂത്തുകൾ വരുന്ന സ്കൂളുകളുടെ എണ്ണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇന്ന് യോഗത്തിൽ പരാമർശിക്കുകയുണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ ഇന്നത്തെ യോഗത്തിൽ നൽകുകയുണ്ടായിട്ടുള്ളതാണ്. 25/3 വരെ നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാനും അതേപോലെ തന്നെ നോമിനേഷൻ കിട്ടുന്നത് വരെ ഒരാൾക്ക് ഫോം 6 ചെയ്യാനുള്ള അവസരമുള്ള സ്ഥിതിക്ക് കൂടുതൽ വോട്ടർമാർ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിലും ഇനിയും കൂടുതൽ ഓക്സിലറി ബൂത്തുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ബൂരേഗ തഹസിൽദാർ ഗിരിജാദേവി, ഡെപ്യൂട്ടി തഹസിൽദാർ സെയ്ദ് മുഹമ്മദ്, ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ ജോബി, മറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും യോഗത്തിൽ സന്നിഹിതരായി. NCV ന്യൂസ് തൃത്താല. പുതുമയാർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ, വിവാഹ പാർട്ടികൾക്ക് നേടാം സ്പെഷ്യൽ പാക്കേജുകൾ. സ്വാഗതം പുതുമയാർന്നൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിന്. കേരള ഗോൾഡൻ ഡയമണ്ട്സ്, ദ ഫാമിലി ജ്വല്ലർ, മെയിൻ റോഡ്, വടക്കേക്കാട്.